ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ യാത്ര ജോർദാനിലേക്കാണ് കേട്ടോ. അതിൻ്റെ ടീഷർട്ടിൽ കാണുന്ന പോലെ ജോർദാനിലേക്ക് വിസ പുതുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം സമയം 7 മണിയായി. ഞങ്ങൾ റൂമിൽ നിന്ന് ഇപ്പം ഇറങ്ങിയുള്ളൂ കേട്ടോ. ജിദ്ദയിൽ നിന്ന് നമുക്ക് 12 മണിക്കൂറാണ് കേട്ടോ റണ്ണിങ് ഉള്ളത്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേരള ഹോട്ടൽ കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്പം തന്നെ ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ആദ്യം അപ്പോൾ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് പിന്നെ പാഴ്സൽ ഇതിട്ട് പുറത്തുനിന്നാണ് കേട്ടോ കഴിച്ചത്. രാത്രി മൊത്തം ഡ്രൈവിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നേരമുള്ളൂ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. യാത്രയിൽ മുഴുവൻ ഇതുപോലത്തെ സ്ഥലങ്ങളായതുകൊണ്ട് തീരെ ഷോപ്പും ഹോട്ടൽസും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം രാവിലെ ആയി, ഞങ്ങളൊക്കെ നല്ല ഉറക്കമാണ്. ഉംലജിലെ നല്ല അടിപൊളി ബീച്ചാണിത്. ഞങ്ങൾ നല്ല ഉറക്കമായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ അത് കണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ഹോട്ടൽ തിരഞ്ഞു പോകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു പണി കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വണ്ടിൻ്റെ ടയറിന്മേൽ ചെറിയ റാണി കയറി. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ശരിയാക്കി. എന്നിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തന്നെ പാകിസ്ഥാനി ഹോട്ടലുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. മാവിന്മേൽ രണ്ടാംകിളി കണ്ടു കുതി കൊണ്ടു വരവുണ്ടപ്പോൾ മൂന്നാംകിളി നാലാംകിളി എണ്ണാകതിലേറിക്കിളി അങ്ങോട് കുത്തിക്കൊടുകൊത്തായി കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്താത്തേൻ പരമേ ചുണ്ടിൽ പൂത്തിരി മുന്തായി ചിപ്പിയിലെങ്ങ് കാത്തു വെച്ചു. ഒന്നാംകിളി പൊന്നാംകിളി വന്നാംകിളി മാവിന്മേൽ രണ്ടാംകിളി കണ്ടു കുതി കൊണ്ടു വരവുണ്ടപ്പോൾ മൂന്നാംകിളി നാലാംകിളി എണ്ണാകതിലേറിക്കിളി അങ്ങോട് കുത്തിക്കൊടുകൊത്തായി കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്താത്തേൻ പഴമേ ചുണ്ടിൽ പൂത്തിരി മുത്തായി ചിപ്പിയിലെങ്ങി കാത്തു വെച്ചു. നമ്മൾ പിക്ചറൊക്കെ കാണുന്ന പോലെ നല്ല രസമായിരുന്നു ഈ മലകളൊക്കെ കാണാൻ. കുറച്ചേരം റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ വാഹനങ്ങളൊക്കെ റെയറായിട്ടുള്ളൂ കേട്ടോ വരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് റോട്ടിലിറങ്ങിയിട്ടൊക്കെ വീഡിയോ എടുത്തു.
ഇപ്പം ഞങ്ങൾ ഏകദേശം ജോർദാൻ ബോർഡറിൽ എത്താനായിട്ടുണ്ട്. ഈ കാണുന്നത് നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. ഈ ലൊക്കേഷൻ വരുന്നത് ഹക്കൽ എന്നാണ് പേര്. ജോർദാൻ ബോർഡറിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങളെ കാറും കൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ റൂമിൻ്റെ ലൊക്കേഷനിലോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ജിദ്ദയിൽ നിന്ന് വരുമ്പോൾ തന്നെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ റൂമിൻ്റെ ലൊക്കേഷനിലെത്തി. അവിടെ മലയാളി ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ സർപ്രൈസ്ഡ് ആയ ഒരു കാര്യം, ഞങ്ങളുടെ റൂം ബീച്ചിൻ്റെ തൊട്ട് മുമ്പിലായിരുന്നുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടുന്ന് കാണാൻ. കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ജോർദാൻ ബോർഡറിലേക്ക് പോയി. എന്നിട്ട് അവിടുത്തെ വിസ ഒക്കെ പുതുക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ജോർദാൻ ബോർഡറിലേക്ക് പോകണമെങ്കിൽ പെർമിഷൻ ഉള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടേക്ക് പോകാൻ പറ്റുക. അതുകൊണ്ട് ഞങ്ങൾ കാറിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ജോർദാൻ ബോർഡർ കടന്നു. അവിടെ കുറേ സമയം നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ ഒക്കെ ശരിയാക്കി ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ബീച്ച് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Thank you.